കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 21 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക, പുരോഹിതന്മാരിൽ ആരും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്കു വേണ്ടി സ്വയം അശുദ്ധനാകരുത്. അവൻ തൻ്റെ ജനങ്ങളിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനനാക്കുകയോ അശുദ്ധനാക്കുകയോ ചെയ്യരുത്. ദുഃഖസൂചകമായി പുരോഹിതന്മാർ തല മുണ്ഡനം ചെയ്യുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ ചെയ്യരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ അവർ വിശുദ്ധരായിരിക്കണം. പ്രിയമുള്ളവരെ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അതവരുടെ ജീവിതത്തിൻ്റെ ആന്തരികമായ സത്ത തന്നെയാണ്. ആ ആന്തരിക ഭാവം അവർ ഒരിക്കലും കൈവെടിയരുത് എന്നും, ജീവിതത്തിൽ എത്ര പ്രതികൂലമായ സാഹചര്യം വന്നാലും വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയരുത് എന്നും പുരോഹിതന്മാരോട് പറയുകയാണ്. പുരോഹിതന്മാർ ഒരിക്കലും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്കു വേണ്ടി അശുദ്ധരാകരുത്. അതിനെ പുതിയ നിയമത്തിലേക്ക് നാം ഒന്ന് മാറ്റി വായിച്ചാൽ, മൃതമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും നാം നമ്മുടെ അധ്വാനം ചെലവഴിക്കുവാൻ പാടില്ല. മൃതമായ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും പാടില്ല. ഈ ലോകത്തിൽ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പരലോകത്തിൽ നിത്യജീവിതത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന പൗരോഹിത്യത്തെ നാം ബലി കഴിക്കുവാൻ പാടുള്ളതല്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടിയോ സുഖത്തിനു വേണ്ടിയോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയോ പൗരോഹിത്യ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുവാനും പാടില്ല എന്ന വചനം ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പുരോഹിതന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം, മൃതകരമായതിനു വേണ്ടി തൻ്റെ ജീവിതത്തെ അവൻ നശിപ്പിച്ചു കളയുവാൻ പാടില്ല എന്നുള്ളതാണ്. അതെല്ലാവർക്കും അതൊരു സന്ദേശം തന്നെയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ പുരോഹിതൻ ജനങ്ങളിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനനാക്കുകയോ അശുദ്ധനാക്കുകയോ അരുത്. എന്ന് പറഞ്ഞാൽ അവൻ സമൂഹത്തിൻ്റെ മാതൃകാ പുരുഷനാവണം. അപ്പോൾ അങ്ങനെ മുൻപന്തിൽ നിൽക്കുന്ന, മാതൃകയായി നിൽക്കേണ്ടുന്ന പുരോഹിതൻ്റെ രീതികളും ചലനങ്ങളും ഭാവങ്ങളും ഒന്നും അശുദ്ധിയിലേക്കോ മറ്റുള്ളവരെ മലിനമാക്കുന്ന തരത്തിലേക്കോ പോകുവാൻ പാടില്ല എന്ന് വചനം ഓർപ്പിക്കുന്നു. അപ്പോൾ ഒന്നുകൊണ്ടും മലിനാവുകയോ അശുദ്ധനാവുകയോ ചെയ്യുവാൻ പാടില്ലാത്തൊരു ജീവിതമാണ് പൗരോഹിത്യ ജീവിതം. ദുഃഖസൂചകമായി പുരോഹിതന്മാർ തലമുണ്ഡനം ചെയ്യുകയോ ശരീരത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യരുത് എന്ന് സൂചിപ്പിക്കുന്നതിലൂടെ പുരോഹിതൻ ദുഃഖിതർക്കു വേണ്ടിയല്ല, ദുഃഖത്തിൽപ്പെട്ടിരിക്കുന്നവരെയും സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കേണ്ടവരായതുകൊണ്ട് ദുഃഖത്തിൽ നിമഗ്നനായിരിക്കുവാൻ പുരോഹിതന് അവകാശമില്ല. അതുകൊണ്ട് തന്നെ ആഴമായ ദുഃഖത്തിലേക്ക് പുരോഹിതൻ പോകുവാനോ അങ്ങനെ പോകുന്നവരോടൊപ്പമായിരിക്കുവാനോ പാടില്ല എന്ന് പറയുന്നതിലൂടെ പുരോഹിതൻ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും മാതൃകയാണ്, പ്രതിപുരുഷനാണ് എന്നുള്ള ഒരു സൂചനയായിട്ടാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്. നിരാശയുടെയോ ആഴമായ ദുഃഖത്തിൻ്റെയോ ഒന്നും പ്രതിരൂപമായിട്ടല്ല പുരോഹിതൻ കാണപ്പെടേണ്ടത്. മറിച്ച് അവൻ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടത് സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ ഒരു മാതൃകയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അമിതമായ നിരാശയിലേക്ക് പുരോഹിതൻ പോകുവാൻ പാടില്ല. അവൻ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധനായിരിക്കണമെന്നും ദൈവനാമത്തെ പരിശുദ്ധമായി എപ്പോഴും സൂക്ഷിക്കുവാൻ അവൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് വചനം ഓർപ്പിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനും അതിനെ കാത്തുസൂക്ഷിക്കുവാൻ വൈദികരെ സഹായിക്കുവാനും പ്രാർത്ഥിച്ചവരെ ബലപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹപൂർവ്വം, ആദർശച്ചൻ.